UDF പ്രവർത്തകരെ ആക്രമിക്കാനാണ് CPM പാനൂരിൽ ബോംബുകൾ നിർമ്മിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പാനൂരിൽ UDF നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ജനസദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. പല രാജ്യങ്ങളിലും നടക്കുന്നത് പോലെ അരക്ഷിതത്വം ഉണ്ടാക്കുന്നതിന് വേണ്ടി ബോംബ് നിർമ്മാണം നടത്താൻ ഈ കാലഘട്ടത്തിൽ CPM-ന് അല്ലാതെ ആർക്കെങ്കിലും പറ്റുമോ? ഞങ്ങളുടെ ചോദ്യം, ആർക്കെതിരായിട്ടാണ് CPM ബോംബ് ഉണ്ടാക്കുന്നത്? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. RSS-നെതിരെ അല്ലാന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഞാൻ മുഖ്യമന്ത്രിയോട് നിയമസഭയിൽ വെച്ച് നേർക്കുനേരെ എൻ്റെ അപ്പുറത്തുള്ള ഇരിക്കുന്നു വിരൽ ചൂണ്ടി ഞാനൊരു ചോദ്യം ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി, സംസ്ഥാന മുഖ്യമന്ത്രിയുടെ 1-ാം നമ്പർ സ്റ്റേറ്റ് കാർ ഉപേക്ഷിച്ച് ഒരു സ്വകാര്യ കാറിൽ തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിലെത്തി ശ്രീ M എന്ന് പറയുന്ന ഒരു ആത്മീയ നേതാവിന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ RSS നേതാക്കളുമായി ചർച്ച നടത്തിയില്ലേ? ഒരു മറുപടി ഉണ്ടായില്ല, മിണ്ടിയില്ല. ഞാൻ എന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. രണ്ടാമത്തെ ചോദ്യം, ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ ഇതിന്റെ നന്ദി സൂചകമായി ഈ ശ്രീ M എന്ന ആത്മീയ നേതാവിന് കേരള സർക്കാർ 4 ഏക്കർ ഭൂമി പതിച്ചു കൊടുത്തില്ലേ? മറുപടിയില്ല. മൂന്നാമത്തെ ചോദ്യം, RSS-ഉം നിങ്ങളും തമ്മിലുള്ള ഇടനിലക്കാരൻ ഈ ശ്രീ M ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് തിരുവനന്തപുരത്ത് വന്ന് വീണ്ടും നിങ്ങളും RSS നേതാക്കളുമായി സംസാരിച്ചില്ലേ? ചോദിച്ചാൽ അപ്പൊ തന്നെ ജാതി എഴുന്നേറ്റ് മറുപടി പറയുന്ന മുഖ്യമന്ത്രി ഈ 3 ചോദ്യങ്ങൾക്കും മറുപടി പറയാതെ താഴോട്ട് നോക്കിയിരുന്നു. BJP CPM അന്തർധാര എന്ന് പറയാൻ പറ്റില്ല, കാരണം പരസ്യമായ ധാരണയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നും അതിനുള്ള തെളിവാണ് LDF കൺവീനർ EP ജയരാജൻ BJP സ്ഥാനാർത്ഥിയെ പുകഴ്ത്തി സംസാരിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് ജയരാജൻ പറഞ്ഞു, എനിക്കങ്ങനെ ഷെയർ ഉണ്ടെങ്കിൽ, എന്റെ ഭാര്യയ്ക്കോ ഷെയർ ഉണ്ടെങ്കിൽ ഞാനത് VD സതീശന് തന്നേക്കാം. എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ ഇല്ലെങ്കിൽ ഇപ്പോൾ ഷാഫിക്ക് കൊടുക്കാൻ കാശ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ജയരാജൻ വന്ന് പറയും, എന്റെ ഭാര്യയ്ക്ക് ഷെയർ ഉണ്ട്, നിങ്ങൾക്ക് എന്താണ്? ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ കണ്ണൂർക്കാരില്ല, എനിക്ക് തരണ്ടല്ലേ? പരസ്യയോട് പറഞ്ഞാൽ എനിക്കോ എന്റെ ഭാര്യയ്ക്കോ ഷെയർ ഉണ്ടെങ്കിൽ VD സതീശന് കൊടുത്തേക്കാം എന്ന് പരസ്യയോട് പറഞ്ഞതല്ലേ? എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്റെ ഭാര്യയ്ക്ക് ഷെയർ ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്ക് തരണ്ട, തന്നില്ല. അപ്പൊ രാജീവ് ചന്ദ്രശേഖരൻ പറയാ, എനിക്കും ജയരാജന്റെ കുടുംബത്തിനും തമ്മിൽ ഒരുമിച്ച് ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ട്, അതിന് നിങ്ങൾക്ക് എന്താ കോൺഗ്രസ്? ഞങ്ങൾക്ക് ഒന്നുമില്ല. ഉണ്ടെന്ന് പറഞ്ഞു. ഇതാണ് ഇവരുടെ ഏർപ്പാട്. പകല് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, രാത്രിയാകുമ്പോൾ ഒരുമിച്ച് ചേരും. സ്നേഹപൂർവമായ ഇതാണ്. UDF നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ PPS സലാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ, പാറക്കൽ അബ്ദുള്ള, V സുരേന്ദ്രൻ മാസ്റ്റർ, VA നാരായണൻ, K വേണു, KP സാജു, ഹരിദാസ് മൊകേരി, സന്തോഷ് കണ്ണമ്പള്ളി, KP ഹാഷിം തുടങ്ങിയവരും പങ്കെടുത്തു. സമഗ്ര ന്യൂസ് പാനൂർ.